നെക്സ്റ്റ് വെക്റ്റർ കാൽക്കുലസ് 16 സ്റ്റോക്സ് തിയറം 1. സ്റ്റോക്സ് തിയറത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇതുകൊണ്ട് ഈ സ്റ്റോക്സ് തിയറം നമ്മൾ വെക്റ്റർ കാൽക്കുലസിൻ്റെ അവസാനത്തെ തിയറമാണ്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കാൽക്കുലസ് 2 മൊഡ്യൂളിൽ പഠിച്ചു. 2 മൊഡ്യൂൾ പഠിച്ചു. സെക്കൻഡ് ഇയറിലും 2 സെമ്മിൽ വെക്റ്റർ കാൽക്കുലസ് ആണ്. ഈ സ്റ്റോക്സ് തിയറമാണ് വെക്റ്റർ കാൽക്കുലസിലെ അവസാനത്തെ തിയറം. ഇത് 2015 അഡ്മിഷൻ കുട്ടികൾക്കും 2019 അഡ്മിഷൻ കുട്ടികൾക്കും 2015 അഡ്മിഷൻ ആൻഡ് 2019 അഡ്മിഷൻ കുട്ടികൾക്കും ഈ 4 മൊഡ്യൂളും പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ അവർക്ക് 2015 അഡ്മിഷൻ ഇതെല്ലാം ഫസ്റ്റ് സെമ്മിലാണ് പഠിക്കാനുള്ളതെന്ന് മാത്രം. അവർക്ക് ഈ 4 മൊഡ്യൂളും ഫസ്റ്റ് സെമസ്റ്ററിലാണ് പഠിക്കാനുള്ളത്. 2019 അഡ്മിഷൻ ഇത് 2 സെമസ്റ്ററിലായിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ വെക്റ്റർ കാൽക്കുലസ് അവസാനത്തെ തിയറം ഗ്രീൻസ് തിയറം പഠിച്ചു, സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചു, അപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചു, ഗോസ് ഡൈവേർജൻസ് തിയറം പഠിച്ചു, ദെൻ സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം എന്താണെന്ന് അതിനു മുമ്പ് നമുക്ക് റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് കേഴ്സ് ആൻഡ് സർഫസസ്. The oriented surface sigma is bounded by a simple closed curve C. ഇത് സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. അതിൻ്റെ ബൗണ്ടറി ഒരു സി എന്ന് പറയുന്ന കർവാണ്. ഇതാണ് ഈ കർവ് ഇങ്ങനെ വന്ന് ഈ കർവ് അങ്ങേ സൈഡിൽ കൂടെ പോവുകയാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കർവ് ഉണ്ടാകുക. ഈ കർവിൻ്റെ മുകളിലേക്കാണ് ഈ സർഫസ് വരിക. ഇതൊരു സിമ്പിൾ കർവ് ആയിരിക്കും. സിമ്പിൾ കർവ് അല്ലാത്ത കർവും ഈ ഒരു കർവ് നമ്മൾ ഇങ്ങനെ എടുത്താൽ ഇത് ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ഇതുകൊണ്ട് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലോസ്ഡ് കർവാണ്. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ കർവിൽ ഇൻ്റർസെക്റ്റ് ചെയ്യല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു സർഫസാണ്. ഇതൊരു സർഫസാണ്. ഇതാണ് ഈ സിഗ്മ സർഫസ്. ഈ സിഗ്മ സർഫസിൻ്റെ ബൗണ്ടറിയാണ് സി. അത് നിങ്ങൾ വേണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡാണിത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഡോട്ട് ഇട്ടാൽ പോകുന്നത്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ എന്താണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയാം. ഒരു ആളിങ്ങനെ നടക്കുമ്പോൾ അയാളുടെ ഹെഡ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് സിഗ്മയാണെന്ന് വിചാരിക്കും. ഇത് സിഗ്മ, ഈ ഹെഡ് ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് സിഗ്മയാണെന്ന് വിചാരിക്കുക. ഓറിയൻറ്റേഷൻ ഓഫ് സിഗ്മ. ഇമാജിൻ എ പേഴ്സൺ വാക്കിംഗ് അലോങ് കർവ് സി വിത്ത് ഹെയർ ഹെഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ ഓഫ് കർവ് സിഗ്മ. ഹെഡ് ഓറിയൻറ്റേഷൻ്റെ ഡയറക്ഷനാണെങ്കിൽ ഈ നടക്കുന്നയാളുടെ ലെഫ്റ്റ് സൈഡാണ് സർഫസ് വരുന്നതെങ്കിൽ, കർവിക്കടിയാണ് നടക്കുന്നത്. കർവിക്കട നടക്കുമ്പോൾ നടക്കുന്നയാളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ സിഗ്മ എന്ന് പറയുന്ന കർവ് വരുന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സി റിലേറ്റീവ് ടു ദ ഓറിയൻറ്റേഷൻ സിഗ്മ എന്ന് പറയും. ഇതാ ലെഫ്റ്റ് സൈഡിലാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇതാ ഹെഡ് എപ്പോഴും സിഗ്മയുടെ ഓറിയൻറ്റേഷനിലാണ്. ഇവിടെ ഈ നടക്കുന്നയാളുടെ റൈറ്റ് സൈഡിലാണ് സർഫസ് വരുന്നത്. നടക്കുന്നയാളുടെ റൈറ്റ് സൈഡിലാണ് സർഫസ് വരുന്നതെങ്കിൽ ഹെഡ് ഓറിയൻറ്റേഷൻ്റെ ഡയറക്ഷനുമാണെങ്കിൽ, നടക്കുന്നയാൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് സി റിലേറ്റീവ് ദ ഓറിയൻറ്റേഷൻ സിഗ്മ. ഇതാണ് ഓർമ്മ വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റോക്സ് തിയറം ചെയ്യുമ്പോൾ പോസിറ്റീവ് ഓറിയൻറ്റേഷനിലാണ് സ്റ്റോക്സ് തിയറം ഡിഫൈൻ ചെയ്യുക. പോസിറ്റീവ് ഓറിയൻറ്റേഷനിലാണ് സ്റ്റോക്സ് തിയറം ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്നിൻ്റെ ഡയറക്ഷൻ. ഇത് ഒരു പേഴ്സൺ നടക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ വലത് കൈ വിരലുകൾ ചുറ്റിപ്പിടിക്കുക ഈ സർഫസിൽ. എന്നിട്ട് വിരലിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ സിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ തമ്പാണ് അതിൻ്റെ. തമ്പ് എന്ത് ചെയ്യും? നോർമലിനെ കാണിക്കും. അപ്പം അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതാണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് സിഗ്മ. ഇതാണ് റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക, തമ്പ് എന്ത് ചെയ്യും? ഓറിയൻറ്റേഷൻ ഓഫ് സിഗ്മ കാണിക്കും. ഓക്കെ, സ്റ്റോക്സ് തിയറം
ലെറ്റ് എ സിഗ്മ ബി എ പീസ് വൈസ് സ്മൂത്ത് ഓറിയന്റഡ് സർഫസ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് പീസ് വൈസ് കർവ് സി വിത്ത് പോസിറ്റീവ് ഓറിയന്റേഷൻ. ഇവിടെ പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കണം സിഗ്മയും സിയും തമ്മിൽ. ഇഫ് ദ കമ്പോണന്റ് ഓഫ് ദ വെക്ടർ ഫീൽഡ് എഫ് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ are continuous and have continuous first partial derivatives on some open set containing sigma, and t is the unit tangent to vector c tangent to vector to c, then integral f dot t ds is equal to double integral sigma curl f dot n ds. അതാണ്. then t equal to dr by ds. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് തിയറം, ഇത് സ്റ്റോക്സ് തിയറത്തിൻ്റെ ഒറിജിനൽ ഫോമാണ്. ഇത് സ്റ്റോക്സ് തിയറം. നിങ്ങളിവിടെ ക്യാപിറ്റൽ എഫിന് 3 കമ്പോണൻ്റ് ഉണ്ട്. ഇവിടെ സിഗ്മയും സിയും പോസിറ്റീവ് ഓറിയന്റേഷനിലാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മയും സിയും പോസിറ്റീവ് ഓറിയന്റേഷനാണ്. എഫ് ഒരു വെക്റ്റർ ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഓവർ ദ കർവ് സി is equal to double integral surface sigma curl f dot n ds. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റോക്സ് തിയറം. ഇവിടെ സിയും സിഗ്മയും പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കണം. അതാണ് പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കണം. റൈറ്റ് ഹാൻഡ് തം റൂൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയെ സി കൈകൊണ്ട് വലത് കൈകൊണ്ട് ചുറ്റിപ്പിടിക്കുമ്പോൾ സിയുടെ വിരലിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന സിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് സിഗ്മയുടെ ഡയറക്ഷൻ സിഗ്മയുടെ ഡയറക്ഷൻ ആയിരിക്കണം. അതാണ് സിഗ്മയുടെ ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. വെരിഫിക്കേഷൻ ആദ്യം ചെയ്യാം. എക്സാമ്പിൾ 1, വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്സ് തിയറം. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എഫ് ഈക്വൽ ടു yi പ്ലസ് zj പ്ലസ് xk ആൻഡ് എസ് ദ പോർഷൻ ഓഫ് ദ പാരാബോളോയിഡ് z equal to f of xy that is equal to 1 minus x square plus y square z greater than or equal to 0. That is the portion of the paraboloid above the xy plane. ഇതാണ് പാരാബോളോയിഡ്. z equal to 1 minus x square minus y square എന്ന് പറയുന്ന പാരാബോളോയിഡ് ഇതാണ്. ഈ സെഡിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് നോക്കുമ്പോൾ സി ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഈ സിഗ്മയും സിയും പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. സെഡിൽ പോസിറ്റീവ് സെഡ് ആക്സിൽ നിന്ന് സി നമ്മൾ സർഫസിലേക്ക് നോക്കി സിയിലേക്ക് നോക്കുമ്പോൾ സി ആന്റി ക്ലോക്ക് വൈസ്. അതാണ് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നമ്മൾ പറയും സിയും സിഗ്മയും പോസിറ്റീവ് ഓറിയന്റേഷനിലാണെന്ന് പറയും. ഇതാ ഇങ്ങനെയാണ് സി പോകുന്നത്. ഇത് ആരോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ നോക്കാം. ആദ്യം ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഓവർ സി ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ എക്സ് വൈ പ്ലെയിനിലുള്ള സർക്കിളിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതാണ് എക്സ് വൈ പ്ലെയിനിലുള്ള ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്തു. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, സെഡ് ഈക്വൽ ടു z ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു വൈ ഡി എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ എന്ന് പറഞ്ഞത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വൈയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് എസ് കെ ആണ്. അപ്പം വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് എസ് കെ ആണ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഇതിന് ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. അതാണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പം വൈ ഡി എക്സ് പ്ലസ് സെഡ് ഡി വൈ പ്ലസ് എക്സ് ഡി സെഡ് അതെടുത്തു. അതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സിയുടെ പുറകിലാണ്. ഇതാണ് സ്റ്റോക്സ് തിയറം ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു? വൈ ഡി എക്സ്. നമ്മളിത് ലൈൻ ഇൻ്റഗ്രലൊക്കെ ഇത് പഠിച്ചതാണ്. ദെൻ ഇവിടെ നമ്മൾ ഇനി ഇതാണ്
വൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ടി ആണ്. വൈ ഈക്വൽ ടു സൈൻ ടി. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്താ? എക്സ് ഈക്വൽ ടു എന്താ? കോസ് ടി. എക്സ് ഈക്വൽ ടു കോസ് ടി. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും? ഡി എക്സ് ഈക്വൽ കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഡി ടി. അപ്പോൾ വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ സൈൻ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ ടി ഡി ടി. അതാണ് കിട്ടിയത്. ദെൻ സെഡ് ഡി വൈ, സെഡ് എന്താ? 0 ആണ്. അപ്പോൾ അത് പോയി. ദെൻ എക്സ് ഡി എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ടി ആണ്. കോസ് ടി എക്സ്. ഡി സെഡ് എന്താ? സെഡ് 0 ആണെങ്കിൽ ഡി സെഡ് 0. അപ്പോൾ പോയി. അപ്പോൾ ഇതെന്തായി? ഇത് സൈൻ ടി ഇൻറ്റു സൈൻ ടി മൈനസ് സൈൻ സ്ക്വയർ ടി എന്നായി. സൈൻ സ്ക്വയർ ടി ഡി ടി എന്നായി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പൈ കിട്ടും. അത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതാണ് ഈ സ്റ്റോക്സ് തിയറത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സ്റ്റോക്സ് തിയറത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് കിട്ടി നമുക്ക്. സ്റ്റോക്സ് വെരിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റോക്സ് തിയറത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൈനസ് പൈ എന്ന് കിട്ടി. ഓക്കെ. ഇനി സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് കാണേണ്ടത്. കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് കാണണം. ഇതാണ് മൈനസ് സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ട്. സിഗ്മ ബി എ സ്മൂത്ത് സർഫസ് നോൺ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. സിഗ്മ ബി എ സ്മൂത്ത് സർഫസ് ഓഫ് ദ ഫോം സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഓറിയന്റഡ് അപ്പ്. ഓറിയന്റഡ് അപ്പ്. ഇവിടെ നമുക്ക് ഇത് ഓറിയന്റഡ് അപ്പാണ്. ഈ ഫിഗർ ഓറിയന്റഡ് അപ്പാണ്. ഓറിയന്റഡ് അപ്പാണ്. അങ്ങനെയാണെങ്കിൽ സെഡ് എന്ന് പറയുന്നത് ഇത് ഈ ഫിഗർ എക്സ് വൈ പ്ലെയിനിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഓറിയന്റഡ് അപ്പാണെങ്കിൽ ഫൈ ഈക്വൽ ടു എഫ് ഡോട്ട് എൻ ഡി എസ്. സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു എഫ് എൻ ഡി എസിന് പകരം ഇതാണ് നമ്മൾ എടുക്കുക. എൻ ഡി എസ് ഡി ഐ. ഇത് സർഫസ് ഇൻ്റഗ്രലിൽ പഠിച്ചിട്ടുണ്ട്. സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് പഠിച്ചു കൊടുത്ത്. അപ്പോൾ എൻ ഇതാണ്. അപ്പോൾ ഫൈ ഈക്വൽ ടു എഫ് ഡോട്ട് എൻ ഇതാണ് ആർ ഡി എ. അതാണ് നമുക്ക് നമുക്കപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ല, കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഇതാ ഇവിടെ നമ്മൾ എഫ് ഡോട്ട് സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എഫ് ഡോട്ട് എൻ ഡി എസ് ആണെങ്കിൽ ഇതിൽ എന്നിന് പകരം ഇതെടുക്കാമെന്നാണ്. അപ്പം കേൾ എഫ് ഡോട്ട് എൻ ഡി എസിനാണെങ്കിൽ ഈ എന്നിന് പകരം നമുക്ക് എന്തെടുക്കാം? ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരാബോളോയിഡാണ്. ഈ പരാബോളോയിഡാണ് സെഡ്, അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന കർവ്. ജി ഈക്വൽ ടു സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് ഇതാണ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് സെഡ് ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ ഡോ സെഡ് ബൈ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഐ അത് 2xi ആണ്. മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ജെ അത് 2yj ആണ്. പ്ലസ് കെ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n കിട്ടി. അതാണ് നമുക്ക് ഇത് കാണേണ്ടത്. അത് ഓക്കെ. ദെൻ നമുക്ക് ഫോർമുല കേളഫ് കാണണം. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫിന്റെ ഫസ്റ്റ് കമ്പോണന്റ് സെക്കൻഡ് കമ്പോണന്റ് ഇതാണ് എഫിന്റെ ഫസ്റ്റ് കമ്പോണന്റ്. എഫിന്റെ ഫസ്റ്റ് കമ്പോണന്റ് വൈ, സെക്കൻഡ് കമ്പോണന്റ് സെഡ്, തേർഡ് കമ്പോണന്റ് എക്സ്. വൈ സെഡ് എക്സ് ആണ്. വൈ സെഡ് എക്സ് ആണ്. ഇതാ വൈ സെഡ് എക്സ്. അപ്പൊ കേളഫ് കാണണം. കേളഫ് കണ്ടപ്പോൾ മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ ആണ്. അങ്ങനെയാണെങ്കിൽ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിലാണ് കേൾ എഫിന് ഇത് കിട്ടി. നമ്മൾ സിഗ്മ ഡബിൾ ഇൻ്റഗ്രൽ സിഗ്മ എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ആറാകും. ഇത് ഇവിടെ കിട്ടി. അത് ഡോ സെഡ് ബൈ ഡോ എക്സ് അതാണ്. അതിന് പോലെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് എന്നിന് പകരം അതാണ് ഉപയോഗിക്കുക. ദിസ് ഇൻറ്റു ഡി എ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഐ ഇതാണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഡബിൾ ഇൻ്റഗ്രൽ ആർ മൈനസ് 2x മൈനസ് 2y മൈനസ് 1 ഡി എ. ഈ ആർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലുള്ള
ഈ സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അതിൻ്റെ മുകളിൽ കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എടുക്കും. അപ്പോൾ ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് എടുക്കും. അത് മറന്നു പോരുത്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി തീറ്റ എന്ന് എടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ എന്താ? ഇവിടെ ആറിൻ്റെ റേഡിയസ് 0 മുതൽ 1 വരെയാണ്. 0 മുതൽ 1 വരെയാണ് ആറിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0 to 1. ആറിൻ്റെ റേഡിയസ് 0 to 1 ആയിരിക്കും. തീറ്റ ഒരു ഫുൾ റൗണ്ട് ആയിരിക്കും. ഒരു ഫുൾ റൗണ്ട് ആയതുകൊണ്ട് തീറ്റ 0 to π. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -2x എന്നുള്ളത് എന്താവും? -2x എന്നുള്ളത് -2r കോസ് തീറ്റ, -2y എന്നുള്ളത് -2r സൈൻ തീറ്റ, -1 എന്നുള്ളത് -1, dA എന്നുള്ളത് r dr d തീറ്റ. dA എന്നുള്ളത് dx dy ആണ്. r dr d തീറ്റ. അതാണ് എസ് കേൾ എഫ് ഡോട്ട് എൻ dA. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനപ്പുറ -2r കോസ് തീറ്റ, -2r സൈൻ തീറ്റ, ഇതിനെ രണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് 2πയും ലോവർ ലിമിറ്റ് 0യും കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആകും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ 2r കോസ് തീറ്റ -2r കോസ് തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -2 കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ -2r സൈൻ തീറ്റയാണ്. -2r സൈൻ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ +2r കോസ് തീറ്റയാണ്. ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ -തീറ്റയാണ്. -തീറ്റേനെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. അപ്പോൾ -2π എന്ന് കിട്ടും. പിന്നെ ആർ ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ r²/2, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു -π. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്സ് തിയറം വെച്ച് സ്റ്റോക്സ് തിയറമാണ്. സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ ഇത് 1 ആണ്, ഇത് 1 ആണ്. ഓക്കെ, നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തു. ഇത് ചെയ്തപ്പോൾ -π കിട്ടി. ഈ കർവിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ആ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -π കിട്ടി. അതാണ് -π. ഇവിടെ കിട്ടിയത് -π. ഇതാണ് -π കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഈ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നെടുത്തു. ഈ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ത് ചെയ്തു? ഈ സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. അവിടെ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യാനായിട്ട് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ചെയ്ത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ എന്നിന് പകരം ഡോസെഡ് ബൈ ഡോ എക്സ് ആയി -∂z/∂yj പ്ലസ് കെ എന്നെടുത്തു. ഈ എന്നിന് പകരം എഫ് ഇവിടെ തന്നിട്ടുണ്ട്. കേൾ എഫ് കണ്ടു, എന്നിന് പകരം ഇതെടുത്തു. ഓറിയൻറ്റഡ് അപ്പായതുകൊണ്ട് അതെടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഓറിയൻറ്റഡ് അപ്പായതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -π കിട്ടി ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്സ് തിയറത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്സ് തിയറത്തിന് റൈറ്റ് ഹാൻഡ് സൈഡ് ഡബിൾ ഇൻ്റഗ്രലാണ്. അതിനെ ഒരു കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്, ഈ സിഗ്മ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. നമ്മൾ ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ആറിലാണ്, ഈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ആർ എന്നാ പറയുക. ഡബിൾ ഇൻ്റഗ്രൽ ആറാണ് വരിക അവിടെ. ഡോട്ട് ഇതിനെ നമ്മൾ ചെയ്യും. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംഗിൾ കർവ് ഇൻ്റഗ്രലാണ്. കർവിനെയാണ് സീനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സിഗ്മയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ XY പ്ലെയിനിൽ ആറാണ് വരുന്നത്. അത് നിങ്ങൾക്ക് മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 2. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദ വെക്ടർ ഫീൽഡ് F equal to
2zi plus 3xj plus 5yk. Taking sigma to the portion of the paraboloid z equal to 4 minus x square minus y square. അപ്പോൾ ഇതാണ് പരാബോളോയിഡ്. സിഗ്മ എന്ന് പറയുന്ന ഈ സർഫസ് ആണ്. അതിൻ്റെ അകത്ത് എക്സ് സെഡ് ഗ്രേറ്റർ ദാൻ 0 എക്സ് വൈ പ്ലെയിനിൻ്റെ മുകളിൽ വരുന്ന ഈ പരാബോളോയിഡാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്വേർഡ് വിത്ത് അപ്വേർഡ് ഓറിയൻറ്റേഷൻ and C to be positively oriented circle x square plus y square equal to 4. C പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ സി പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഫോം ദ ബൗണ്ടറി ഓഫ് സിഗ്മ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഇത് സിഗ്മ, ഇത് സി, ഈ സർക്കിളാണ്. ഈ സർക്കിള് ആണ്. ഈ സർക്കിളും സിഗ്മയും പോസിറ്റീവ് ഓറിയൻറ്റഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതാണ് 6 ഡിസ്ക്. അപ്പം നമുക്കിവിടെ നമ്മൾ പോസിറ്റീവ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റോക്സ് തിയറം എന്താ പറയുന്നത്? സിംഗിൾ ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞ സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ മുകളിൽ കൂടെ എഫ് ഡോട്ട് ഡി ആർ കാണുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എഫ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇതാണ്. അപ്പോൾ നമ്മളിത് വെരിഫൈ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ എഫ് ഡോട്ട് ഡി ആർ ആണ് കാണുന്നത്. സിയുടെ മുകളിൽ കൂടിയാണ്. അപ്പോൾ ഈ സി എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എടുക്കണം. സി എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 കോസ് ടി, വൈ ഈക്വൽ ടു 2 സൈൻ ടി. ഇത് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും? ഡി എക്സ് ഈക്വൽ ടു 2 കോസ് ടിയുടെ -2 സൈൻ ടി, ഡി എക്സ് ഈക്വൽ ടു -2 സൈൻ ടി, ഡി വൈ ഈക്വൽ ടു 2 കോസ് ടി ഡി ടി. ഇവിടെ ഡി ടി ഉണ്ട് കേട്ടോ, ഡി ടി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാണണം. എഫ് ഡോട്ട് ഡി ആർ എഫ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്താ? എഫ് ഇതാണ് 2zi പ്ലസ് 3xj 2zi പ്ലസ് 3zxj 2zi പ്ലസ് 3xj പ്ലസ് 5yk പ്ലസ് 5yk. ഇതാണ് എഫ് ഡോട്ട് ഡി ആർ. എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. എഫ് ഡോട്ട് ഡി ആർ. അപ്പം എഫ് ഡോട്ട് ഡി ആർ എന്താ? 2z dx പ്ലസ് 3x dy പ്ലസ് 5y dz. അതാണ്. ഓക്കെ. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2z ഈക്വൽ ടു എന്താ? z ഈക്വൽ ടു 0. അപ്പോൾ 0 കിട്ടി. 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്താ? 2 കോസ് ടി. അപ്പോൾ 3 ഇൻറ്റു 6 കോസ് ടി. പിന്നെ എന്താ? വൈ ഡി വൈ. ദെൻ ഡി വൈ ഈക്വൽ ടു എന്താ? 2 കോസ് ടി ഡി ടി. ദെൻ പ്ലസ് 5y ഡി സെഡ് എന്താ? ഡി സെഡ് 0 ആണ്. സെഡ് 0 ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 0 to 2π സർക്കിൾ ആകുമ്പോൾ 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 12t കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് 12π. അപ്പോൾ ഈ സർക്കിളിനെ ഈ എഫ് ഡോട്ട് ഡി ആറിനെ ഈ സർക്കിൾ സിയുടെ മുകളിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12π കിട്ടും. അതാണ് ലൈൻ ഇൻ്റഗ്രൽ. അതിന് നമ്മൾ സർക്കിളിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ. ഈ സിഗ്മ ഈ സർഫസിനെ ഇൻ്റഗ്രേറ്റ്, അതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം പറയുന്നത്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താ? ഡബിൾ ഇൻ്റഗ്രൽ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അപ്പോൾ നമുക്ക് കേൾ ഓഫ് കാണണം. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡെക്സ്. പിന്നെ എഫിൻ്റെ ഫസ്റ്റ് കമ്പൗണ്ട് 2x, സെക്കൻഡ് കമ്പൗണ്ട് 3x, തേർഡ് കമ്പൗണ്ട് 5y. അപ്പോൾ കേൾ ഓഫ് എന്ത് കിട്ടും? 5y പ്ലസ് 2j പ്ലസ് 3k എന്ന് കിട്ടും. അതാണ്. ദെൻ ഇവിടെ സെഡ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ സെഡ് എന്ന് പറയുന്ന ഇത് എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ഇതാണ്. സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ഈ പരാബോളോയിഡാണ്.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡി സെഡ് ഈക്വൽ ടു ഇതാണ് സെഡ് എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ കേൾ എഫ് ഡോട്ട് എൻ കേൾ എഫ് വന്നു. ഇത് ഇവിടെ നമ്മൾ നോൺ പാരാമെട്രിക് ഇക്വേഷനാണ് സെഡ്. സെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എൻ കാണണം. ഇത് ഓറിയൻറ്റഡ് അപ്പ് ആയതുകൊണ്ട് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചതുപോലെ തന്നെ ഇതിനെ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇത് ഓറിയൻറ്റഡ് അപ്പ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആണ്. ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ ഇത് രണ്ടും മൈനസ് പ്ലസും ഇത് മൈനസും വരും. ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ ഇത് ഓറിയൻറ്റഡ് അപ്പ് ആയതുകൊണ്ട് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചതിന് കേൾ ഓഫ് ഇത് പ്ലസ് ഇടുക. ദെൻ ഡോ സെഡ് ബൈ ഡോ എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ? സെഡിൻ്റെ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താ? 2x ആയി. മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ എന്താ? 2yj പ്ലസ് കെ ഡി എ. അതാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ട. ഇത് ഓറിയൻറ്റഡ് അപ്പ് ആയതുകൊണ്ട് ഇതെടുക്കും. ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ ഇത് പ്ലസ് ഇത് മൈനസ് ആയിരിക്കണം. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആറും ഈ സിഗ്മയും സിയും പോസിറ്റീവിൽ ഓറിയൻറ്റഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കിട്ടി. അപ്പോൾ നമ്മളിവിടെ പ്രധാന ഒരു കാര്യം ഇത് ഈ സ്റ്റോക്സ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ സിയും സിഗ്മയും പോസിറ്റീവ് ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പം സിഗ്മയും സിയും റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഫോളോ ചെയ്യണം. അതാണ് സിഗ്മ സിഗ്മ ഓറിയൻറ്റഡ് അപ്പ് ആണെങ്കിൽ സി ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം. സിഗ്മ ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ സി ക്ലോക്ക് വൈസിലുമായിരിക്കണം. എന്നാലേ പോസിറ്റീവ് ആവുള്ളൂ. സിഗ്മ ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ സി ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം. അപ്പോൾ സി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ സിഗ്മ ഓറിയൻറ്റഡ് ഡൗൺ എന്ന് എടുക്കണം. അത് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഇവിടെ സിഗ്മ ഓറിയൻറ്റഡ് അപ്പാണ്, അത് നിങ്ങൾ മാറിപ്പോകരുത്. ഈ സിയും സിഗ്മയും ഓക്കെ നമ്മൾ നേരത്തെ അത് നോക്കിയതാണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ 5 × 2 10x പ്ലസ് 2 × 2 4y പ്ലസ് 3 × 10x പ്ലസ് 4y പ്ലസ് 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി ഈ സർക്കുലർ ഡിസ്കിൻ്റെ മുകളിൽ കൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ സർക്കുലർ ഡിസ്കിൻ്റെ മുകളിൽ കൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡബിൾ ഇൻ്റഗ്രലാണ്. ഇതാണ് 6. അത് മറന്നു പോകരുത്. ഇതാണ് 6. അപ്പോൾ 6ൻ്റെ പേര് x = r cos തീറ്റ, y = r sin തീറ്റ. തീറ്റ വേരിയസ് ഫ്രം 0 ≤ തീറ്റയല്ല 6 വേരിയസ് ഫ്രം 0 ≤ 2. തീറ്റ വേരിയസ് ഫ്രം 0 ≤ 2π. അപ്പോൾ 10x x = r cos തീറ്റ 4y y = r sin തീറ്റ 3. ഇവിടെ ആദ്യം ഡി എക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്നെടുക്കണം. ഡി എക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്നെടുക്കണം. ആറിൻ്റെ വാല്യൂ 0 to 2, തീറ്റയുടെ വാല്യൂ 0 to 2π. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 10r × r സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r3/4. ഇത് 4 × r 4r². ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r3/3. ഇവിടെ 3rനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r²/2. അപ്പർ ലിമിറ്റ് 2, ലോവർ ലിമിറ്റ് 0. അപ്പോൾ എന്ത് കൊടുത്താൽ എന്ത് കിട്ടും? ഇത് കിട്ടും. ദെൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തോളുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 80 കോസ് തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ കിട്ടും. സൈൻ തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ കിട്ടും. 6നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 തീറ്റ കിട്ടും. ദെൻ 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് 2π കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും 12π ലെഫ്റ്റ് ഹാൻഡ് സൈഡും 12π വെരിഫൈഡ്. ഇതാണ് ഇതിന് 12π ആണ്, ഇതിന് 12π ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സർക്കിളിൻ്റെ മുകളിൽ കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ സർഫസിൻ്റെ മുകളിൽ ഇത് ഡബിൾ ഇൻ്റഗ്രലാണ്, ഇത് സിംഗിൾ ഇൻ്റഗ്രലാണ്. ഇത് സിയുടെ മുകളിൽ കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇത് സിഗ്മയുടെ മുകളിൽ കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സിഗ്മയുടെ മുകളിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സിഗ്മ സർഫസിൻ്റെ XY പ്ലെയിനുള്ള R എടുത്തിട്ട് Rലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മറന്നു പോകരുത്. അത് നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചതാണ്. സിഗ്മയുടെ മുകളിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം സിഗ്മ XY പ്ലെയിനിൽ എടുക്കുന്ന R എടുക്കും. Rൻ്റെ മുകളിൽ കൂടി ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്, അത് XY പ്ലെയിനിലുള്ളത് ഇതാണ് R. അപ്പം Rൻ്റെ മുകളിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യും സിഗ്മ. അതാണ് സർഫസ് ഇൻ്റഗ്രൽ പറയുന്നത്. ഈ R എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡിസ്ക് ആണ്. R എന്ന് പറയുന്ന ഒരു സർക്കുലർ ഡിസ്ക് ആണ്. C എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഓക്കെ.